സ്കൂൾ തുറന്നതിന് ശേഷം വസുവിൻ്റെ രണ്ടാമത്തെ ലഞ്ച് ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പടികൾ ചവിട്ടി ചവിട്ടി കയറി പോകുന്നത്. വസുവിൻ്റെ ലഞ്ച് ബോക്സ് ഒരു വല്ലാത്ത അവസ്ഥയായി. സോ നമ്മൾ വിചാരിച്ചു ഒരു സ്റ്റീലിൻ്റെ ഒരു നോർമൽ ലഞ്ച് ബോക്സ് വാങ്ങാമെന്ന്. കയറിയപ്പോഴേ എൻ്റെ കണ്ണ് പെട്ടത് ഈ കുട്ടി ഭരണിയിലായിരുന്നു കേട്ടോ. പിന്നെ അവർ വിളിച്ചപ്പോഴേ ഞാൻ ലഞ്ച് ബോക്സ് നോക്കാൻ പോയി. പക്ഷെ ലഞ്ച് ബോക്സ് ഒന്നും എനിക്ക് അത്ര പിടിച്ചില്ല. സോ ഞാൻ അവിടുന്ന് എനിക്ക് പിടിച്ച ഈ 2 ഭരണിയും ഞാൻ കൈക്കലാക്കി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കാണുന്ന ഐറ്റംസ്. പിന്നെ അവിടെ നമുക്കൊരു ബുദ്ധൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ബുദ്ധന് നമ്മുടെ ഒരു സൈസിന് പറ്റിയ ബുദ്ധനായിരുന്നില്ല. നമുക്കൊരു ഫുൾ ബ്ലാക്ക് ബുദ്ധനായിരുന്നു വേണ്ടത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ബുദ്ധന്മാരെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഏട്ടൻ്റെ ഒരു കലാവിരുത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബുദ്ധനെ അന്വേഷിച്ച് നടക്കുന്നത്. ഇതുവരെ നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു ബുദ്ധനെയും കണ്ടു കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ മനസ്സിനിണങ്ങിയ ഭരണികളും മേടിച്ച് ഒരു കാർപ്പറ്റ് മേടിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം വസു ഈ കാണുന്ന ഐറ്റത്തിന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫിഷിനെ വേണത്രേ. അങ്ങനെ ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കി ആ കാർപ്പറ്റും 2 ഭരണികളുമായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കണ്ടില്ലേ എൻ്റെ കുട്ടി തലയിൽ ചുമന്നുകൊണ്ടാണ് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ വേറെ അടുത്തുള്ളൊരു സ്റ്റീൽ കടയിൽ വന്നിട്ട് മിൻപാത്ര കടയിൽ വന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടി ലഞ്ച് ബോക്സ് എടുത്തു കേട്ടോ. അപ്പം ഇവന് കുറച്ച് ചോറ് വെക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് കുട്ടി ലഞ്ച് ബോക്സ് മതി എന്നാണ് ടോം പറയുന്നത്. അങ്ങനെ നമ്മൾ അത് വാങ്ങി. അതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി കറി എടുക്കാനുള്ളൊരു പാത്രം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ തുറക്കാൻ പറ്റുമോ, എനിക്ക് സ്കൂളിൽ കൊണ്ടുപോയാൽ തുറക്കാൻ പറ്റുമോ എന്നുള്ളതിന് അവൻ തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാസുദേവ് എന്നൊക്കെ പേരൊക്കെ എഴുതി മേടിച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പച്ചക്കറിയും വാങ്ങി നേരെ വീട്ടിൽ പോയി.